നടക്കുന്ന സീറ്റ് കോട്ടയം ജില്ലയിലെ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സീറ്റാണ് ചങ്ങനാശ്ശേരി. കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ജോബ് മൈക്കിൾ നിലവിൽ അവിടെ MLA ആണ്. ബിനു ജോബ് UDF സ്ഥാനാർത്ഥി. NDA B രാധാകൃഷ്ണ മേനോൻ. മൂന്നുപേരും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. ഓരോരുത്തർക്കും എത്ര വീതം ലഭിക്കും എന്നുള്ളതാണ് കോറിന്റെ പ്രവചനം. യെസ്, വരട്ടെ, സ്ക്രീനിൽ വരട്ടെ. ബലാബലം. ചങ്ങനാശ്ശേരിയിലും ടൈറ്റ് ഫൈറ്റ് ആണ്. LDF ഉം UDF തമ്മിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് ആണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് വന്നിരിക്കുന്നു കാര്യങ്ങൾ. മൈക്കിൾ ജോബ് അല്പം മുന്നിലാണ്. അവിടെ സ്ലൈറ്റ് എഡ്ജ് മൈക്കിൾ ജോബിനാണ്. ഇവിടെ നമ്മൾ സർവേ എക്സിക്യൂട്ടീവുകൾ ഫീൽഡിൽ പോയപ്പോൾ എന്നോട് നമ്മുടെ സർവേ എക്സിക്യൂട്ടീവ് 5 വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഇവിടെ ജോബ് മൈക്കിളിന് വലിയ കാര്യമാണ് വാഴപ്പള്ളി പ്രദേശത്ത്, അദ്ദേഹം നല്ല അഭിപ്രായമാണ്, നല്ല MLA ആണ്, പക്ഷെ ആളുകൾ UDF വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ഏത് സാമ്പിൾ ഇടണം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾ ഒന്നുകൂടി ചോദിക്കും, ജോബ് മൈക്കിൾ നിങ്ങൾ വോട്ട് ചെയ്യുമോ? അല്ല, ജോബ് മൈക്കിൾ നല്ല MLA ആണ്, നല്ല പ്രവർത്തനമാണ്, പൊളിറ്റിക്കലി പക്ക UDF ആണ്. അപ്പം അത് ജോബ് മൈക്കിളിനെ പറ്റി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പം സാർ ഇത് എങ്ങനെയാണ് നമ്മൾ വാല്യൂ എൻട്രി ചെയ്യേണ്ടത്? ഇത് LDFനാണോ ചെയ്യേണ്ടത് അതോ UDFനാണോ? ഞാൻ ചോദിച്ചു നിങ്ങൾ ജോബ് മൈക്കിളിന് വോട്ട് ചെയ്യുമോ? അപ്പോൾ അവർ ചോദിച്ചു പറഞ്ഞു, ചില ആളുകൾ ജോബ് മൈക്കിളിന് വോട്ട് ചെയ്യും UDF ആണെങ്കിലും, ചില ആളുകൾ ഇല്ല, ജോബ് മൈക്കിളിനെ വലിയ ഇഷ്ടമാണ്, നല്ല MLA ആണ്, പക്ഷേ ഞങ്ങൾ ഇത്തവണ UDFന് വേണ്ടി. അതാണ് ഇവിടെ കാണുന്ന ടൈറ്റ് ഫൈറ്റിൻ്റെ കാരണം. കാരണം UDFന് അനുകൂലമായി മണ്ഡലം നിൽക്കുന്നു, എന്നാൽ MLAക്ക് ഇതിൽ വളരെ ജനകീയതയും വളരെ പ്രതിച്ഛായയും ഒക്കെ ഉണ്ട്. ഈ വോട്ടുകൾ പേഴ്സണൽ വോട്ടായി UDFന്റെ വോട്ടുകൾ ജോബ് മൈക്കിളിന് പിടിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഈ കാണുന്ന ലീഡ് ഇപ്പോൾ തന്നെ ലീഡുണ്ട്, ഈ ലീഡിൽ കുറച്ചും കൂടി മുന്നേറ്റം ഉണ്ടായി ആ സീറ്റ് നിലനിർത്താൻ സാധിക്കും. അല്ല അഖിൽ, ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എം LDF വിട്ട് UDFിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും ഒക്കെ അതിലൊരാൾ ജോബ് മൈക്കിളാണ്. അതെ, ഈ ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ജോബ് മൈക്കിൾ അത്തരം ഒരു ആവശ്യം പാർട്ടിയിൽ ഉന്നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അവസാനം CF തോമസ് UDFിൽ നിന്ന് മത്സരിക്കുമ്പോൾ 1000 ചില്ലറ വോട്ടിന്റെ ലീഡേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം കൂടി ഉണ്ട്. സോ ഇതൊരു ടൈറ്റ് ഫൈറ്റ് ആണ്. 2.22ന്റെ അഡ്വാൻറ്റേജ് അവിടെ ജോബ് മൈക്കിളിനുണ്ട്. സ്റ്റിൽ അതൊരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ബലാബലം നടക്കുന്ന മണ്ഡലമാണ്. നമുക്കതിന് ടൈറ്റ് ഫൈറ്റ് കാറ്റഗറിയിൽ ഇടാം. 2.2 അഡ്വാൻറ്റേജ് ജോബ് മൈക്കിൾ, പക്ഷേ അതൊരു ടൈറ്റ് ഫൈറ്റ് മണ്ഡലമായി മാറുന്നു.